അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു. ബഹുമാനമുള്ള പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, പരിശുദ്ധമായ പവിത്രമായ ധാരാളം ചരിത്ര സംഭവങ്ങളും ധാരാളം മഹത്വങ്ങളുമുള്ള മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നാളെ നമ്മിലേക്ക് വരുന്നത് മുഹറം 9 താസുആ ദിവസമാണ്. മുഹറം 9 ദിവസമാണ്. താസുആ നോമ്പിനെ സംബന്ധിച്ചും അതിന്റെ നിയ്യത്തിനെ സംബന്ധിച്ചും ഇന്നലെ നാം ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് മുഹറം 10 ആശൂറാ നോമ്പിനെ സംബന്ധിച്ച്, ആശൂറാ നോമ്പിന്റെ മഹത്വത്തിനെ സംബന്ധിച്ച്, ആശൂറാ നോമ്പിന്റെ നിയ്യത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആശൂറ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, സിയാമു യൗമി ആശൂറ അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. ആശൂറ നോമ്പുണ്ടല്ലോ, ഒരു വർഷത്തെ പാപങ്ങളെ അത് പൊറുപ്പിച്ചു കളയുന്നതാണ്. ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ദിവസമാണ്. അശർ എന്നാൽ 10 എന്നാണ്. മുഹറം 10 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടെ, വളരെ മഹത്വത്തോടെ സ്വഹാബത്തിനോട് കൽപ്പിച്ചിട്ടുള്ള നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഞങ്ങളാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് മദീനയിലെ യഹൂദികളോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാമഹു, ആ മുഹറം 10 നോമ്പ് നോൽക്കുകയും വ അമറ ബിസിയാമിഹി, ആ മുഹറം 10 ആശൂറാ നോമ്പ് നോൽക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നജ്ജല്ലാഹു മൂസാ, മൂസാ നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറക ഫിർഔൻ, ഫിർഔനെ അല്ലാഹു തആല ചെങ്കടലിൽ മുക്കിക്കൊന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ നന്ദിയായി മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കണം. അള്ളാഹുവിനോടുള്ള നന്ദി, അള്ളാഹുവിനോടുള്ള ശുക്ർ, അതാണ് മുഹറം 10 ആശൂറാ നോമ്പ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ 2803 ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആശൂറാ നോമ്പ് വരുന്ന തിങ്കളാഴ്ച നമ്മിലേക്ക് വരുമ്പോ ആ നോമ്പ് നോൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് രക്ഷപ്പെടുത്തിയ സലാമത്ത് നൽകിയിട്ടുള്ള ദിവസമാണ്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്, അതുപോലെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്തത്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത്. ഇങ്ങനെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് മുഹറം 10 ആശൂറാ ദിവസം. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് ഈ നോമ്പ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ ഫുഖഹാഉം രേഖപ്പെടുത്തി, യുസന്നു, സുന്നത്താണ് സൗമു യൗമി ആശൂറാ, ആശൂറാ ദിവസത്തിലെ നോമ്പ് ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെ താസുആ മുഹറം 9 നോമ്പും സുന്നത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന മഹത്തായ നോമ്പാണ് ആശൂറാ നോമ്പ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് സ്വഹീഹ് ഇബ്നു അബീ ശൈബ 2-ാം വാള്യം 313 പേജിൽ കാണാം. സൗമു ആശൂറാ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആശൂറാ നോമ്പുണ്ടല്ലോ, കഫാറത്തു സനത്തിൻ, ഒരു വർഷത്തെ പാപങ്ങൾക്ക് അത് പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോൽക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മുഹറം 10
ആശൂറ നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാ? നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി ആശൂറ ഫീ ഹാദിഹി സനത്തി ലില്ലാഹി തആല. അറബിയിലാണ് ഈ നിയ്യത്ത്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി ആശൂറ ഫീ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ സുന്നത്തായ മുഹറം മാസത്തിലെ ആശൂറ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഇത് മലയാളത്തിലാണ്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി ആശൂറ ഫീ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ സുന്നത്തായ മുഹറം മാസത്തിലെ ആശൂറ നോമ്പ്, അതായത് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലെ സുന്നത്തായ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.